പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് നടത്തുന്ന ആൻതെ ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷ ഒക്ടോബർ 9 മുതൽ 27 വരെ നടക്കും. രാജ്യത്താകെ 315 കേന്ദ്രങ്ങളിലായി ഓൺലൈനായും ഓഫ്ലൈനായുമാണ് പരീക്ഷ നടക്കുകയെന്ന് ആകാശ് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് നടത്തുന്ന ആൻതെ ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷ ഒക്ടോബർ 9 മുതൽ 27 വരെ നടക്കും. 100% വരെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന പരീക്ഷ 8-9 ക്ലാസുകളിലെ ഉയർന്ന മാർക്കുള്ള 100 വിദ്യാർത്ഥികൾക്കും 11-12 ക്ലാസുകളിലെ 50 പേർക്കും ക്യാഷ് അവാർഡുകൾ നൽകും. 5 വിദ്യാർത്ഥികൾക്ക് USA കെന്നഡി സ്പേസ് സെന്ററിൽ മുഴുവൻ ചിലവും വഹിക്കുന്ന 5 ദിന യാത്ര സൗകര്യപ്പെടുത്തും. പരീക്ഷ ഓൺലൈനിലും ഓഫ്ലൈനിലുമുണ്ട്. ante.agas.ac.in എന്ന വെബ്സൈറ്റിലോ അടുത്ത ആകാശ് സെന്ററിൽ നേരിട്ടോ രജിസ്റ്റർ ചെയ്യാം. ഇത് കൂടാതെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് 7428790080 എന്ന് പറഞ്ഞിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യാവുന്ന ലിങ്ക്സും സംഭവങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഒക്ടോബർ 20 മുതൽ 27 വരെ രാവിലെ 10:30 മുതൽ 11:30 വരെയാണ് ഓഫ്ലൈൻ പരീക്ഷകൾ. ഓൺലൈൻ പരീക്ഷ 19 മുതൽ 27 വരെ അനുയോജ്യമായ ഏത് സമയത്തും ചെയ്യാം. 8-9 ക്ലാസുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും. മെഡിക്കൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന 10ാം ക്ലാസ്സുകാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും ഉണ്ടാകും. എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും ആയിരിക്കും. നീറ്റ് ഉദ്ദേശിക്കുന്ന 11-12 ക്ലാസ്സുകാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിലുമായിരിക്കും ചോദ്യങ്ങൾ. ഓൺലൈൻ പരീക്ഷ തുടങ്ങുന്നതിന് 3 ദിവസം മുൻപ് വരെയും ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് വരെയും അപേക്ഷിക്കാം. 200 രൂപയാണ് പരീക്ഷാ ഫീസ്. ഓഗസ്റ്റ് 15 മുൻപാണെങ്കിൽ 100 രൂപ മതി. ആൻതെ സ്കോളർഷിപ്പ് പരീക്ഷയുടെ മേഖലാതല ലോഞ്ചിംഗ് കോഴിക്കോട് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ ആകാശ് സീനിയർ അസിസ്റ്റന്റ് ഡയറക്ടർ മുർഷിദ് അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആകാശ് സെയിൽസ് ഹെഡ് കെ സംഷീർ, ബ്രാഞ്ച് മേധാവി വിനായക് മോഹൻ, സീനിയർ എക്സിക്യൂട്ടീവ് PR വിശാൽ തിവാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ